പഠിക്കാൻ പോകുന്നത് ഏത് ക്യാരക്ടർ സ്കെച്ച് ചോദിച്ചാലും എഴുതാവുന്ന ഒരു സൂത്രമായിട്ടാണ്. അപ്പൊ നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ രേഖപ്പെടുത്താൻ മറക്കരുത്. കൂടാതെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. 6 മാർക്കിന് ഷുവറായും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ക്യാരക്ടർ സ്കെച്ച്. അതുകൊണ്ട് തന്നെ ഒരു ക്യാരക്ടർ സ്കെച്ച് എങ്ങനെ എഴുതണം എന്ന് പഠിച്ചു കഴിഞ്ഞാൽ 6 മാർക്ക് നമുക്ക് ഉറപ്പിക്കാനാവും. ക്യാരക്ടർ സ്കെച്ച് എഴുതാവുന്ന ഒരു ഫോർമാറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. കൂട്ടുകാർ ഇതൊന്ന് ശ്രദ്ധിക്കണം. ക്യാരക്ടർ സ്കെച്ച് എന്ന് പറഞ്ഞ് നമ്മൾ ആരുടെ ക്യാരക്ടറാണ് എഴുതേണ്ടത് അയാളുടെ പേര് എഴുതി ചേർക്കുക. ആദ്യമായിട്ട് ഹെഡിങ് ആയിട്ട് നമുക്ക് ക്യാരക്ടർ സ്കെച്ച് ഓഫ് മാഗി, ഗുപ്ത അല്ലെങ്കിൽ ഹസൻ, എ ക്രോണിൻ എന്നൊക്കെ പറഞ്ഞ് എഴുതാം. കാരണം ഈ 4 പേരാണ് +1 നമ്മുടെ മേജർ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്ന 6 മാർക്കിന് ചോദിക്കാവുന്നത്. മാഗിയെ കുറിച്ചോ ഗുപ്തയെ കുറിച്ചോ ഹസനെ കുറിച്ചോ ക്രോണിനെ കുറിച്ചോ ആയിരിക്കും. പിന്നെ വരുന്നത് 4 മാർക്കിന്റെ മൈനർ ക്യാരക്ടറാണ്. അവിടെ നമുക്ക് മിസ് ജോബ് സ്മിത്തിനെ ചോദിക്കാം, ജെയിൻ വൈൽഡിനെ ചോദിക്കാം, ഇവാൻ ഇവാനിച്ചിനെയോ നിക്കോള ഇവാനിച്ചിനെയോ ഒക്കെ ചോദിക്കാം, ഗ്രേറ്റയെ ചോദിക്കാം, ഗ്രേറ്റയുടെ ഫാദറിനെ കുറിച്ച് ചോദിക്കാം, അല്ലെങ്കിൽ യങ് സീഗളിനെ കുറിച്ച് ചോദിക്കാം, മദർ സീഗളിനെ കുറിച്ച് ചോദിക്കാം. അപ്പം ഇങ്ങനെയൊക്കെ ചോദ്യങ്ങളുണ്ടാവാം. അപ്പോൾ നോക്കാം എങ്ങനെ നമുക്ക് എഴുതി തുടങ്ങാം. ദ ക്യാരക്ടർ എന്ന് പറഞ്ഞ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. ദ ക്യാരക്ടർ, ആ ക്യാരക്ടറിന്റെ പേരാണ് നമ്മൾ എഴുതേണ്ടത്. മാഗി എന്നോ ഗുപ്ത എന്നോ ഹസൻ എന്നോ പേര് നമുക്ക് കൊടുക്കാം. ദ ക്യാരക്ടർ ഈസ് ഫ്രം ദ സ്റ്റോറി. ഇനി എഴുതേണ്ടത് സ്റ്റോറിയുടെ പേരാണ്. ഏത് കഥയിൽ നിന്നാണ് നമ്മൾ ഈ കഥാപാത്രത്തെ എടുത്തത്? ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറയാം, അല്ലെ? ദ സ്രാങ് ഓഫ് റാണ ഗഞ്ച് എന്നൊക്കെ നമുക്ക് എഴുതാം. നെക്സ്റ്റ്, ഹി ഓർ ഷീ ലുക്സ്. അവൻ അല്ലെങ്കിൽ അവൾ എങ്ങനെയാണ്, കാണാൻ എങ്ങനെയാണ് എന്നാണ് നമ്മൾ എഴുതേണ്ടത്. ശരീരപ്രകൃതമാണ് എഴുതേണ്ടത്. ഹസനാണെങ്കിൽ നമുക്കറിയാം ഡോഫ് ആണ്, അല്ലെ? ഷോർട്ടാണ്. അതേസമയം സ്ട്രോങ് ആണ്. അങ്ങനെ വീക്കാണോ, ഡിഫറൻഷ്യലി ഏബിൾഡ് ആണ് മാഗി, ഗ്രേറ്റ ആണെങ്കിൽ. അപ്പം യങ് ആണോ എന്നൊക്കെ നമുക്ക് അങ്ങനെ എഴുതാവുന്നതാണ്. യങ് ഇംഗ്ലീഷ് ഗേൾ എന്നാണോ എന്നൊക്കെ നമുക്ക് എഴുതാം. നെക്സ്റ്റ്, ആൻഡ് ഹാസ്, ഉണ്ട് എന്നാണ് നമ്മൾ എഴുതുന്നത്. അവർക്ക് എന്തുണ്ട്? ബ്ലൂ ഐസ്, നീല കണ്ണുകളുണ്ട്, ലോങ് ഹെയർ, നീളമുള്ള മുടിയുണ്ട്, അല്ലെങ്കിൽ ഷോർട്ട് ലെഗ്സ്, ചെറിയ കാലുകളാണ്, ഡിസ്പ്രൊപ്പോർഷനേറ്റ് ഹെഡ്. ഇങ്ങനെ ആ കഥാപാത്രത്തിന്റെ പ്രത്യേകത എന്താണെന്ന് എഴുതി ചേർക്കണം. നെക്സ്റ്റ് എഴുതേണ്ടത് ഹിസ് ഓർ ഹെർ പേഴ്സണാലിറ്റി, അവന്റെ അല്ലെങ്കിൽ അവളുടെ പേഴ്സണാലിറ്റി എന്താണെന്നാണ് എഴുതേണ്ടത്. അവിടെ ബ്രേവ് എന്ന് കൊടുത്തിട്ടുണ്ട്, സീരിയസ് എന്ന് കൊടുത്തിട്ടുണ്ട്, കൈൻഡ് എന്ന് കൊടുത്തിട്ടുണ്ട്, സ്ട്രോങ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഏതുമാവാം, അല്ലേ? സ്ട്രോങ് ആണോ, അതുപോലെ സീരിയസ് ആണോ, കൈൻഡ് ആണോ, ദയുള്ളവളാണോ, അത് സ്ട്രോങ് ആണോ എന്ന് നമുക്കവിടെ എഴുതി ചേർക്കാം. ആൻഡ് ഹി ഓർ ഷീ ഈസ് നോൺ ഫോർ ബീയിങ്, അല്ലെ? അവരുടെ സ്വഭാവമാണ് ഇനി നമ്മൾ എഴുതേണ്ടത്. ഏത് നിലയിലാണ് അവർ പ്രശസ്തരായത്, പ്രസിദ്ധമാണ് എന്നുള്ളത്. ഹെൽപ്ഫുൾ ടു അതേഴ്സ്, മറ്റുള്ളവരെ സഹായിക്കുന്നതിലാണോ? ആൾവേസ് ക്യൂരിയസ്, അല്ലെ? അറിയാനുള്ള ആഗ്രഹം, ജിജ്ഞാസ ഉള്ളത് കൊണ്ടാണോ? ഷൈ ടീനേജർ, അല്ലെ? നല്ല ഷൈ ആയിട്ടുള്ള ടീനേജർ. ജെയിൻ വൈൽഡ് ഒക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റും, അല്ലേ? നെക്സ്റ്റ്, രണ്ടാമത്തെ പാരഗ്രാഫായിട്ട് നമുക്ക് എഴുതേണ്ടത് വൺ ഓഫ് ഹിസ് ഓർ ഹെർ സ്ട്രെങ്ത് ഈസ്, അവൻ്റെ അല്ലെങ്കിൽ അവളുടെ സ്ട്രെങ്ത് ഇതാണെന്ന് പറഞ്ഞിട്ട് എഴുതണം. അവളുടെ ഏറ്റവും നല്ല ഗുണം എന്താണ്? വെരി ഇൻ്റലിജൻ്റ് ആണ്, ഹാർഡ് വർക്കിംഗ് ആണ്, പേഷ്യൻ്റ് ആണ്, ക്ഷമയുള്ളവളാണ് അല്ലെങ്കിൽ ക്ഷമയുള്ളവനാണ്, എമ്പതി, സഹാനുഭൂതിയുള്ളവനാണ്, ആൻഡ് വെരി കൈൻഡ്, ദയാലുവാണ് എന്താണെന്നാണ് നമ്മൾ ഇനി അവിടെ എഴുതേണ്ടത്. വൈൽ എ വീക്ക്നെസ് ഈസ്, എന്നാൽ അതേസമയം അവർക്കൊരു വീക്ക്നെസ്സും ഉണ്ട്. അതെന്താണ്? ടു പ്രൗഡ്, വളരെയധികം അഭിമാനിയാണെന്നോ, അഹങ്കാരം ഉണ്ടെന്നോ, സെൽഫ്ലെസ്, നിസ്വാർത്ഥമായി സേവനം ചെയ്യുന്നോ, കറേജിയസ് ആയെന്നോ. നമ്മുടെ കഥാപാത്രങ്ങളെ അറിഞ്ഞു വേണം ഇത് എഴുതാൻ, അല്ലെ? ജെയിൻ വൈൽഡ്, അതുപോലെ മിസ് ജോബ് സ്മിത്ത്. മിസ് ജോബ് സ്മിത്തിനൊക്കെ എഴുതുകയാണെങ്കിൽ നമുക്ക് എന്ത് ടു പ്രൗഡ് എന്ന് പറയാം. ഹസനെ ആണെങ്കിൽ എന്താണ്? സെൽഫ്ലെസ് ആണ്, കറേജിയസ് ആണ്, അല്ലേ? മാഗി ആണെങ്കിലും നമുക്ക് അങ്ങനെ എഴുതാം, ക്രോണിനാണെങ്കിലും നമുക്ക് അങ്ങനെ എഴുതാം. അപ്പോൾ എന്താണ് കഥാപാത്രത്തിൻ്റെ വീക്ക്നെസ്സും പോസിറ്റീവോ നമുക്കവിടെ എഴുതി ചേർക്കാവുന്നതാണ്. ഇൻ ദ സ്റ്റോറി ഹി ഓർ ഷീസ്, ഈ സ്റ്റോറിയിൽ അവരെന്ത് ജോലിയാണ് ചെയ്യുന്നത് എന്നാണ് എഴുതേണ്ടത്. അപ്പോൾ മാഗി ആണെങ്കിൽ ടൈപ്പിസ്റ്റ് ആയിരിക്കും, അല്ലേ? സിവിൽ സർവൻ്റ് ആണോ? എ ക്രോണിൻ ഡോക്ടറാണ്. അതുപോലെ മിസ്റ്റർ ഗുപ്ത ആണെങ്കിൽ സിവിൽ സർവൻ്റ് ആണ്.
ഹസനാണെങ്കിൽ സെയിലർ ആണ്. അപ്പൊ ആരാണ് എന്താണെന്ന് എഴുതണം. ആൻഡ് പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ബിക്കോസ്, കാരണം എന്താണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളാണ് ഈ ഒരു സ്റ്റോറിയിൽ അവർ ചെയ്യുന്നത്. കാരണം എന്താണെന്ന് എഴുതണം. ഹി അല്ലെങ്കിൽ ഷീ ടീച്ചേഴ്സ് അത് വാല്യബിൾ ലെസൺ, അല്ലെ, വാല്യബിൾ ആയിട്ടുള്ള ലെസൺ പഠിപ്പിച്ചു. ഹെൽപ്പ് ടു ചേഞ്ച് ദ സ്റ്റോറി, അങ്ങനെയൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്താണെന്നാണ് അവിടെ ചേർക്കേണ്ടത്. ഇനി തേർഡ് പാരഗ്രാഫായിട്ട് നമുക്ക് എഴുതാവുന്നതാണ്. ഐ തിങ്ക് ദിസ് ക്യാരക്ടർ ഈസ് ഇൻസ്പയറിംഗ് ആൻഡ് ഇൻട്രസ്റ്റിംഗ്. ഈ ക്യാരക്ടർ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ്. ബിക്കോസ്, കാരണം ഹി അല്ലെങ്കിൽ ഷീ നെവർ ഗീവ്സ് അപ്പ്, അവരുടെ പരിശ്രമം ഒരിക്കലും ഉപേക്ഷിച്ചിട്ടില്ല, പാതി വഴിയിൽ വെച്ച് ഉപേക്ഷിച്ചിട്ടില്ല. മേക്സ് മിസ്റ്റേക്ക് ബട്ട് ലേൺ ഫ്രം ദം, ബിഹേവ് സെൽഫിഷ്ലി, അല്ലെ, ഒരിക്കലും സെൽഫിഷ് ആയിട്ട് എന്ത് ചെയ്തില്ല, പെരുമാറിയില്ല. അപ്പം മറ്റുള്ളവർക്ക് ഒരു പാഠമായിരുന്നു അവരുടെ ജീവിതം എന്നൊക്കെ പറയാവുന്നതാണ്. അപ്പം ഇപ്രകാരം നമ്മൾ എന്ത് ചെയ്യണം, ഒരു ക്യാരക്ടർ എഴുതുമ്പോൾ 3 പാരഗ്രാഫ്, 6 മാർക്കിനാണെങ്കിൽ 3 പാരഗ്രാഫ് വീതം ഇപ്രകാരം നമ്മൾ എഴുതണം. അപ്പം ക്യാരക്ടർ എഴുതാനുള്ള സൂത്രവിദ്യയാണ് ഇപ്പം ഈ പറഞ്ഞിട്ടുള്ളത്. ഇത് പഠിച്ചു വെച്ച് നിങ്ങൾക്ക് എഴുതിയാൽ നമുക്ക് 6ൽ ഒരു 5 നേടാൻ സാധിക്കും ഷുവറായിട്ടും. പക്ഷേ ആ ക്യാരക്ടറിനെ കുറിച്ചുള്ള പോയിന്റ്സ് നമുക്കറിയണം, അവരുടെ രൂപവും ഭാവവും സ്വഭാവവും ഒക്കെ നമുക്കറിയണം. അപ്പൊ താഴെ ഞാൻ കുറച്ച് ഹിൻസ് കൊടുത്തിട്ടുണ്ട്, നോക്കൂ. മാഗി എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ കുറച്ച് ഷോർട്ട് പോയിന്റ്സ്. മാഗി, എ യങ് ഗേൾ ഓഫ് 13, is the central character in the story The Price of Flower. She loves her family much and works hard as a typist in the shop to support her widowed mother. She is hardworking and aspires for obtaining a better job. She is polite, cordial, and became a close friend to Mr. Gupta within a short period. She considered Mr. Gupta as her brother. She was not reluctant to share her family issues with him. She is emotionally mature and can handle any critical situation with tactics. Likes very child, she desired to play in park and ride over the elephant Indian Raja. When she came to know the death of her brother in the frontier, she accepted the fate and consoled her mother to bear the reality. She gave Mr. Gupta a shilling to buy flowers to place on the tomb of her brother. She is not only a loving daughter but also a caring, loving sister. അപ്പോൾ ഈ ഒരു പോയിന്റ്സ് പഠിച്ചാലും നിങ്ങൾക്ക് സുഖമായിട്ട് വളരെ ഈസി ആയിട്ട് മാഗിയുടെ ക്യാരക്ടർ എഴുതാൻ പറ്റും. അതിലൂടെ നിങ്ങൾക്ക് മുഴുവൻ മാർക്കും നേടിയെടുക്കാൻ പറ്റും. അടുത്തത് കാറ്റസ്കിറ്റ് ഓഫ് ഹസൻ ആണ്. അടുത്തതായിട്ട് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ക്യാരക്ടറാണ് ഹസൻ. ഹസൻ ഈസ് ദ സെൻട്രൽ ക്യാരക്ടർ ഇൻ ദ സ്റ്റോറി ദ സ്ട്രെങ്ത് ഓഫ് റാനാഗഞ്ച്. He is a great man of sympathy and filled concern for the needy and destitute. എന്ന് പറഞ്ഞാൽ ഹെൽപ്ലെസ് ആയിട്ടുള്ള ആളുകൾ, ഡെസ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നിസ്സഹായരായിട്ടുള്ള ആളുകൾക്ക്. He is the strength of the ship, the Ranaganj. By appearance he is not so handsome and has a strange appearance owing to his disproportionate body and limbs. But his internal charm and beauty are great. Hassan is a man of hard work and dedication. Hassan is a man of love and care and affection. Hassan is a secular person. എന്ന് പറഞ്ഞാൽ റിലീജിയസ് ടോളറൻസ് ഉള്ള, മതപരമായ സഹിഷ്ണുതയുള്ള വ്യക്തിയാണ്. He has no family or friends. He is not interested to money or any other rewards. He is a best supporter to Dr. A.J. Cronin and knows the patients. He is a great symbol of social service. He hopes for the blessing of God alone. He is an embodiment, icon എന്നാണ് പറയുന്നത്. Courage, self-control, honoring faith എന്നാണ്. അപ്പൊ ഇത് പഠിച്ചു വെച്ച് നമുക്ക് ഹസ്സനെ കുറിച്ച് എഴുതാം. അപ്പൊ തീർച്ചയായും ഹസ്സന്റെ ക്യാരക്ടർ നമ്മൾ പഠിച്ചു. ഹസ്സനെ കുറിച്ച് ചോദിച്ചാലും 6 മാർക്ക് നമ്മൾ നേടിയിരിക്കും ഉറപ്പായിട്ടും. തേർഡ്, A.J. Cronin. നോക്കൂ, നറേറ്റർ A.J. Cronin കുറിച്ച്. A.J. Cronin is a physician എന്ന് പറഞ്ഞ ഡോക്ടർ ഓഫ് ദ ഷിപ്പ് Ranaganj. He is a man of dedication and service. He is a good physician. He is sincere
and hardworking. He is a man high responsibility. He is a good observer and coordinator. He is always respecting considering the service of person. ഫോർത്ത് മിസ് ജോബ് സ്മിത്ത് ആണ്. 4 മാർക്കിനൊക്കെ ചോദിച്ചിട്ടുള്ള ക്യാരക്ടറാണ് മിസ് ജോബ് സ്മിത്ത്. ഷീ ഈസ് ദ പാസഞ്ചർ ഇൻ ബ്രാനാഗൻസ് ഷിപ്പ്. ഷീ ഈസ് തേർസ്റ്റിംഗ് പേഴ്സൺ. ഷീ ഈസ് മോർ ദാൻ 30 years age. She is not only snob but a bore, an assertive bore. She is without culture and good behavior. It is impossible to tolerate എന്ന് പറഞ്ഞാൽ സഹിക്കാൻ സാധ്യമല്ല എന്നാണ്. വിത്ത് ഹർ കമൻസ് ഓൺ അതേഴ്സ്, അവരുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് സഹിക്കാൻ തന്നെ സാധിക്കില്ല. അപ്പോൾ കണ്ട കൂട്ടുകാരെ, ഈ പ്രകാരം പോയിന്റ്സ് പഠിച്ച് നമുക്ക് ഈ ഫോർമാറ്റ് വെച്ച് എഴുതിയാൽ ഷുവറായിട്ട് നമുക്ക് 6 മാർക്ക് നേടിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ വരുന്ന പരീക്ഷയ്ക്ക് എല്ലാ കൂട്ടുകാർക്കും ക്യാരക്ടർ സ്കെച്ച് ഒരിക്കലും ഒരു വിഷയമല്ല, ഒരു ട്രബിളല്ല. നമ്മളെല്ലാവരും 6 മാർക്ക് നേടിയിട്ടുണ്ടാവും അല്ലേ? ഉറപ്പല്ലേ? ഉറപ്പാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വലിയ കമൻറ്റ് അടയാളപ്പെടുത്തുക, അതുപോലെ ലൈക്ക് രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും പുതിയൊരു ടിപ്സുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ഗുഡ് ബൈ.